ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. പിതൃതുല്യനായ അഭിവന്ദ്യനായ മലങ്കര സഭയുടെ വലിയ മെത്രാപ്പൊലീത്ത കുറിയാക്കോസ് മാർ ക്ലിമീസ് മെത്രാപ്പൊലീത്ത തിരുമേനി, എൻ്റെ സഹോദര മെത്രാപ്പൊലീത്ത ചെങ്ങന്നൂർ ഭദ്രാസനാധിപൻ അഭിവന്ദ്യ ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് തിരുമേനി, സഭയുടെ വൈദിക ട്രസ്റ്റി ഡോക്ടർ തോമസ് വർഗീസ് അമയിലച്ചൻ, അഭിനവ റമ്പാച്ചൻ, അപ്രേം റമ്പാച്ചൻ തുടങ്ങി കോർപ്പീസ്കോപ്പാച്ചന്മാരും വൈദികരും മറ്റ് നേതൃസ്ഥാനത്തുള്ളവരും സഹോദരങ്ങളും സഹോദരികളുമായ ഏവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. എൻ്റെ ത്രോട്ടിന് ഇച്ചിരി പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഇന്ന് വരാൻ സാധിക്കുമോ എന്ന് ചിന്തിച്ചതാണ്. ഏതായാലും ഞാൻ തിരുമേനി വിളിച്ചു, അപ്പം വരാതിരിക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ടാണ് എത്തിയത്. എൻ്റെ ശബ്ദം അത്ര കാര്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ പ്രയാസമുണ്ട്. എങ്കിലും അഭിവന്ദ്യനായ തോമസ് മാർ അത്താനാസ്യൂസ് തിരുമനസിൻ്റെ 7ാം ശ്രാദ്ധ പെരുന്നാൾ കൊണ്ടാടുന്ന ഇന്നും നാളെയും ഇവിടെ വരുവാനും സന്ധ്യാനമസ്കാരത്തിന് കൂടുവാനും ആ പിതാവിൻ്റെ ഖബറിങ്കൽ ധൂപാർപ്പണം നടത്തുവാനും സാധിച്ചത് ഒരു വലിയ പദവിയായി ബലഹീനായി ഞാൻ കാണുകയാണ്. വ്യക്തിപരമായി പറയുമ്പോൾ ഒരുപാട് അടുപ്പമുള്ള, ഏറെ കരുതിയ ഒരു പിതാവാണെന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല. ഞാൻ ഷമ്മാശനായിരുന്ന കാലം മുതൽ, അന്ന് അദ്ദേഹം അച്ഛനായി KT തോമസ് അച്ഛനായിരുന്ന കാലം മുതൽ ഞാൻ അദ്ദേഹത്തെ ഒരുപാട് അടുത്തിട്ടില്ലെങ്കിലും ദൂരെയും ചാരയുമായി കാണുകയും പരിചയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മേൽപ്പട്ടക്കാരനാകുന്നത് 1985 മെയ് 15-നാണ്. ആ വർഷം തന്നെയാണ് ഞാനും വൈദികനായത്. അപ്പോൾ അന്നു മുതൽ ആ പിതാവിനോടുള്ള ഒരു സ്നേഹവും അടുപ്പവും കാണുമ്പോൾ ഒരുപാട് വാത്സല്യത്തോടെ സംസാരിക്കുകയും ചെയ്യും. അത് മറ്റൊന്നുമല്ല, വിദ്യാഭ്യാസ മേഖലയിൽ ഞാൻ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് എന്നോട് ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ഒരുപാട് സ്നേഹമുണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നീട് ഞങ്ങൾ 7 പേരെ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയിലും ഒക്കെ അദ്ദേഹം നേതൃത്വം വഹിച്ചു എന്നുള്ളത് ഈ സമയം അദ്ദേഹത്തിൻ്റെ ഉപദേശവും നേതൃത്വവും ലഭിച്ചു എന്നുള്ളതും ഈ സമയത്ത് നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. എൻ്റെ കേരള യൂണിവേഴ്സിറ്റിയിൽ സയൻസിൽ ഞാൻ ഡോക്ടറേറ്റ് ചെയ്ത് തീസിസ് വാലുവേഷനൊക്കെ കഴിഞ്ഞ് എൻ്റെ ഡിഫൻസും വൈവായും ഒക്കെ ബറോഡ MS യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ എൻ്റെ വൈവായിക്കും ഒക്കെ ആയിട്ട് ട്രെയിനിൽ ബറോഡയിൽ ചെന്നു. ചെന്നപ്പോൾ ഞാൻ തിരുമേനിയെ വിവരം അറിയിച്ചു. തിരുമേനിയോടൊപ്പമാണ് ഏതാണ്ട് 2 ആഴ്ചയോളം എനിക്ക് അദ്ദേഹത്തോടൊപ്പം ബറോഡയിൽ താമസിക്കുവാൻ സാധിച്ചു എന്നുള്ളത് ഈ സമയം ഞാൻ അനുസ്മരിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തെ അടുത്തറിയുവാനും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുവാനും ഒക്കെ സാധിച്ചു. അദ്ദേഹം ഒരു അംബാസഡർ കാറ് അവിടെ പഴയതുണ്ടായിരുന്നു. ആ കാറെടുത്ത്, അച്ഛാ എൻ്റെ സ്ഥാപനങ്ങൾ സ്കൂളുകളൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞ്, അന്ന് അദ്ദേഹം കൊച്ചു മെത്രാച്ചനാണ്, അദ്ദേഹം തന്നെ ഡ്രൈവ് ചെയ്ത്, വേറെ ഡ്രൈവർമാരൊന്നും ഇല്ലായിരുന്നു, അദ്ദേഹം തന്നെ ഡ്രൈവ് ചെയ്ത് ഈ ബറോഡയിലും പ്രാന്തപ്രദേശങ്ങളിലുമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അതുപോലെ അദ്ദേഹത്തിൻ്റെ കൃഷിയും ഒക്കെ
എന്നെ കാണിക്കുവാൻ അദ്ദേഹം തന്നെ നേതൃത്വം എടുത്ത്, മറ്റൊരു ഡ്രൈവറെ വെക്കാതെ അദ്ദേഹം തന്നെ സ്വയം ഡ്രൈവ് ചെയ്ത് എന്നെ കൊണ്ടുപോയതും ഒക്കെ എൻ്റെ സ്മരണയിൽ ഇപ്പോൾ ഉണ്ട്. ഞാൻ ഒരു കാര്യം അദ്ദേഹത്തെക്കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ വൈവായും എല്ലാം കഴിഞ്ഞ് തിരിച്ച് കേരള യൂണിവേഴ്സിറ്റിയിൽ വന്നപ്പോൾ എൻ്റെ ഗൈഡ് കേരള യൂണിവേഴ്സിറ്റിയിലെ സുവോളജിയുടെ പ്രൊഫസർ, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടർ GK കാർണവർ, ഗോപാലകൃഷ്ണ കാർണവർ, അദ്ദേഹമായിരുന്നു എൻ്റെ ഗൈഡ്. അപ്പോൾ കാർണവർ സാറ് വൈവായൊക്കെ പോയി എവിടെ താമസിച്ചു എന്നൊക്കെ എന്നോട് ചോദിച്ചു. അപ്പോൾ കാർണവർ സാറ് ബറോഡ MS യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഡോക്ടറേറ്റ് എടുത്തതെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞു, അത്താനാസ്യൂസ് തിരുമേനിയുടെ ഒപ്പമാണ് ഞാൻ താമസിച്ചത്. അപ്പോൾ എന്നോട് ചോദിച്ചു, അപ്പം അദ്ദേഹത്തിൻ്റെ പഴയ പേരും KT തോമസ് അല്ലയോ എന്നെന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അത്താനാസ്യൂസ് തിരുമേനിയെക്കുറിച്ച് എന്നോട് പറഞ്ഞ ഒരു കാര്യം, KT തോമസ് ലേമനായിട്ട് ബറോഡയിൽ പഠിക്കുന്ന സമയത്ത്, അന്ന് ചമ്മാശൻ പോലും ആയിട്ടില്ല, ലേമനാണ്. അന്ന് അവിടെയുണ്ടായിരുന്ന മലയാളി വിദ്യാർത്ഥികൾ, അപ്പോൾ എൻ്റെ ഗൈഡും അവിടെ ഡോക്ടറേറ്റ് ചെയ്യാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹിന്ദുക്കളാണെങ്കിലും ഏത് ക്രൈസ്തവ സഭാവിഭാഗത്തിൽപ്പെട്ടവരെയും ഒരുമിച്ച് ചേർത്ത് മലയാളികൾക്ക് വേണ്ടി ഒരൈക്യം ഉണ്ടാക്കുവാനും ഓർത്തഡോക്സുകാർക്ക് വേണ്ടി സൈക്കിളിൽ പോയി പല പ്രദേശങ്ങളിൽ പ്രയർ കോൺഗ്രിഗേഷൻ ഉണ്ടാക്കുവാനും അദ്ദേഹം ചെയ്തു. അതുകൊണ്ട് ഞങ്ങളൊക്കെ അന്നേ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് ബിഷപ്പ് എന്നാണ്. അന്ന് അദ്ദേഹം വെറും ലേമനാണ്. അദ്ദേഹത്തിൻ്റെ ഈ സഭാപ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഏതാണ്ട് 5-8 സൺഡേ സ്കൂളും പ്രയർ കോൺഗ്രിഗേഷനും ബറോഡയിലും പ്രാന്തപ്രദേശങ്ങളിലും ഉണ്ടാക്കി. അതുകൊണ്ട് മലയാളികളായ ഞങ്ങളെല്ലാം അദ്ദേഹത്തെ ബിഷപ്പ് എന്നാണ് അഭിസംബോധന ചെയ്തിരുന്നത് എന്ന് എൻ്റെ ഗൈഡ് കാർണവർ സാറ് പറഞ്ഞതൊക്കെ ഞാൻ ഈ സമയം ഓർക്കുന്നു. അപ്പോൾ അന്ന് കേവലം ഒരു ലേമനായിരുന്ന സമയത്ത് തന്നെ സഭയെക്കുറിച്ചുള്ള ദർശനവും സഭാമക്കളെ കൂട്ടി പ്രാർത്ഥനയുടെ ഐക്യത്തിൽ ഒരുമിച്ച് കൂട്ടുവാനുമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വ്യഗ്രതയുമൊക്കെ ഈ ഹൈന്ദവനായ സാറിൽ നിന്ന് എനിക്ക് കേൾക്കാനിടയായപ്പോൾ, എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ പ്രത്യേകം അന്വേഷിച്ചതായിട്ട് ബിഷപ്പിനോട് പറയണം എന്നെന്നോട് പറയുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഞാൻ ദീർഘമായി അങ്ങനെയുള്ള വ്യക്തിപരമായ കാര്യങ്ങൾ പറഞ്ഞ് സമയം കളയുന്നില്ല. അത്താനാസ്യോസ് തിരുമേനിയെ സ്മരിക്കുമ്പോൾ എൻ്റെ ചിന്തയിൽ വരുന്ന 5 കൂട്ടം കാര്യങ്ങളുണ്ട്. അത് വിശദീകരണമില്ലാതെ, കാരണം അദ്ദേഹത്തെ അടുത്തും അറിഞ്ഞും എന്നെക്കാൾ കൂടുതൽ അറിയാവുന്ന ഒരു സമൂഹത്തിൻ്റെ മുൻപാകെയാണ് ഞാൻ ഈ വാക്കുകൾ പറയുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് വലിയ വിശദീകരണമൊന്നുമില്ലാതെ അത്താനാസ്യോസ് തിരുമേനിയെ സ്മരിക്കുമ്പോൾ 5 കൂട്ടം കാര്യങ്ങളാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. 1, മാർത്തോമ നസ്രാണിയുടെ ആത്മവീര്യവും തനിമയും അഭിമാനവും നെഞ്ചിലേറ്റിക്കൊണ്ട് പൗരസ്ത്യ കാതോലിക്കേറ്റിൻ്റെ മഹത്വം എന്നും ഉയർത്തിപ്പിടിച്ച ഒരു ഇടയശ്രേഷ്ഠൻ. ഇതാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള എൻ്റെ ഒന്നാമത്തെ കാഴ്ചപ്പാട്. ഞാനിതൊക്കെ വിശദീകരിക്കുകയാണെങ്കിൽ 1/4 മണിക്കൂർ പോകണം. ഞാനതിനൊരുമ്പെടുന്നില്ല. രണ്ടാമത്തെ അദ്ദേഹത്തെക്കുറിച്ചുള്ള എൻ്റെ വീക്ഷണം ദീർഘവീക്ഷണത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും ഭരണ മികവിൻ്റെയും ഭാവങ്ങളെ ഒരുമിച്ച് സമന്വയിച്ച അപാലകൻ. ഇതാണ് രണ്ടാമത്തെ തിരുമേനിയെക്കുറിച്ചുള്ള എൻ്റെ ഒരു സ്മരണയും വിലയിരുത്തലും കാഴ്ചപ്പാടും. മൂന്നാമത്, വലിയ വിദ്യാഭ്യാസ വിചക്ഷണൻ, ശ്രേഷ്ഠനായ ഭരണകർത്താവ്, കാർക്കശ്യവും ഗൗരവവുമുള്ള
കുലീനനായ ഒരു മെത്രാപ്പൊലീത്ത. ആ കുലീനത്വം അദ്ദേഹത്തിൻ്റെ ഭാവത്തിലും സംസാരത്തിലും നോട്ടത്തിലും, അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകമായ ശൈലിയിലുള്ള സംസാരമൊക്കെയാണ്. നമ്മുടെ ഇപ്പോഴത്തെ ബർന്നബാസ് തിരുമേനി അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യും. ഒരു പ്രത്യേക ശൈലിയിലുള്ള അദ്ദേഹത്തിൻ്റെ സംസാരം, ആ കുലീനത്വം ഭാവത്തിലും നോട്ടത്തിലും ശബ്ദത്തിലും കുടുംബ പശ്ചാത്തലത്തിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്നെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പുത്തൻകാവിലെ കൊച്ചു തിരുമേനി അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠനായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കിഴക്കേ തലയ്ക്കൽ കുടുംബത്തിൽ ആ പൗരാണികമായ നസ്രാണി കുടുംബത്തിൻ്റെ ആഠിത്യവും ഗൗരവവും കാർക്കശ്യവും ഭാവവും എല്ലാം ആ കുലീനത്വം അദ്ദേഹത്തിൽ പ്രകടമായിരുന്നു എന്നുള്ളതാണ്. നാലാമത്, ആർഷഭാരത സംസ്കാരം ഉയർത്തിപ്പിടിച്ച് മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് സഭ ഒരു ദേശീയ സഭയാണ് എന്ന് ആവർത്തിച്ച് ഒരു പുരുഷായുസിനെ ധന്യമാക്കിയ മഹാത്മാവാണ്. അതുകൊണ്ടാണല്ലോ ഉത്തരേന്ത്യയിലും എല്ലാം അദ്ദേഹം സ്ഥാപനങ്ങളും ഇടവകളും ഒക്കെ ക്രമീകരിക്കുവാൻ കേവലം ഐമേനിയായിരുന്ന കാലം മുതൽ ഉത്സാഹിച്ചത്. ആർഷഭാരത സംസ്കാരവും അതോടൊപ്പം മലങ്കര സഭ ഭാരതത്തിലെ തനിമയുള്ള ദേശീയ സഭയാണെന്നുള്ള ആഴത്തിലുള്ള ബോധ്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അഞ്ചാമത്, ഇതെൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നും അദ്ദേഹം പരിശുദ്ധ സുനോസിൻ്റെ സെക്രട്ടറി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില അഭിപ്രായങ്ങളിൽ നിന്നും എനിക്ക് തോന്നുന്നതാണ്. മറ്റുള്ളവരിലെ നന്മയെയും കഴിവുകളെയും കണ്ടുപിടിച്ച് പ്രോത്സാഹിപ്പിച്ച് ഉയർത്തുവാനും തൻ്റെ സഭയ്ക്കും തന്നെ ഏൽപ്പിച്ച ഭദ്രാസനത്തിനും അത് നേട്ടമാക്കുവാനും യജ്ഞിക്കുകയും ചെയ്ത ഒരു വിശാല ഹൃദയനായ തിരുമേനിയായിരുന്നു എന്നുള്ളതും ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സാധാരണ ഒരു ഫ്രേസുണ്ട്, സിനഡിൽ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്: ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത നിലയിൽ അത് നമുക്ക് തീർക്കണം. സമുന്നയത്തിൻ്റെ ആ ഉദാത്ത ഭാവം, അതുപോലെ ഓരോ മേഖലയിലും മികവുള്ളവരെ കണ്ടുപിടിച്ച് അങ്ങോട്ട് നിയോഗിക്കുവാനും അവരെ ഉപയോഗപ്പെടുത്തുവാനും അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നു. എന്നെ തന്നെ 2009 ഞങ്ങൾ 7 പേരെ വാഴിച്ചപ്പോൾ ഉത്തരേന്ത്യയിൽ കൽക്കട്ട ഭദ്രാസനത്തിലേക്ക് പറഞ്ഞു വിട്ടത് പിന്നീട് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അത്താനാസ്യോസ് തിരുമേനിയുടെ ഒരു ചെറിയ ഉപദേശവും നിർബന്ധവുമായിരുന്നു. ഞാൻ കോളേജിലും യൂണിവേഴ്സിറ്റിയിലും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ അവിടെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ അക്കാഡമിക് തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളിനെ വിടണം, അത് തിരുമേനിയുടെ ഒരു ആശയമായിരുന്നു എന്നുള്ളതും പിന്നീട് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ അന്ത്യകൽപ്പന ഞാൻ ഒന്ന് വായിച്ചപ്പോൾ ഞാനീ പറഞ്ഞ 5 കൂട്ടം കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അന്ത്യകൽപ്പനയിൽ വളരെ പ്രകടമായിട്ടുണ്ടായിരുന്നു. ഞാൻ ആ അന്ത്യകൽപ്പനയിലെ പ്രസക്തമായ ചില കാര്യങ്ങളൊന്ന് വായിക്കാം. അദ്ദേഹം അന്ത്യകൽപ്പനയിൽ എഴുതി വച്ചിരുന്നതാണ്: നമ്മുടെ സഭയ്ക്ക് പൈതൃകമായി ലഭിച്ച പാരമ്പര്യങ്ങളെയും വിശ്വാസങ്ങളെയും കാത്തു സൂക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും യാതൊരു വിട്ടുവീഴ്ചയും അലംഭാവവും ഉണ്ടാകരുത്. ആരാധന കാട്ടിക്കൂട്ടലാകരുത്. ആർഷഭാരത പൈതൃകങ്ങളിൽ നാം അഭിമാനം കൊള്ളണം. ദേശീയ സഭയുടെ മക്കൾ എന്ന നിലയിൽ ഈ സനാതന സംസ്കാരം സംരക്ഷിക്കുന്നതിന് നമുക്ക് സാധിക്കണം. വിശ്വാസ വിപരീതങ്ങൾക്കോ
വൈദേശിക ആധിപത്യങ്ങൾക്കോ ഈ സഭയെ ഉന്മൂലനം ചെയ്യുവാൻ 20 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും സാധിച്ചിട്ടില്ല എന്നുള്ളത് നാം സ്മരിക്കണം. എൻ്റെ ദൈവം എൻ്റെ സഭ എന്ന് പുത്തൻകാവിൽ കൊച്ചു തിരുമേനി ഉരുവിട്ടിരുന്ന ആപ്തവാക്യം വീണ്ടും നാം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. സഭയെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കണം. അദ്ദേഹത്തിൻ്റെ അന്ത്യകൽപ്പനയിലെ ചില പ്രസക്ത ഭാഗങ്ങളാണ് ഞാൻ വായിച്ചത്. പ്രിയപ്പെട്ടവരെ, സമയം 30 മിനിറ്റാണ് എനിക്ക് അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അധികം ഇനിയും ആമുഖമൊന്നും പറയാതെ അദ്ദേഹത്തിൻ്റെ സ്മരണ ദിവസമായി ഇന്ന് നമ്മുടെ ധ്യാനത്തിനും മനനത്തിനും ചിന്തയ്ക്കുമായി ഒരു വാക്യം എടുക്കുകയാണ്. യാക്കോബ് ശ്ലീഹ പൊതുവിൽ എഴുതിയ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ അനുഗ്രഹീതൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. Blessed is the man who remains steadfast under trial, for when he has stood the test, he will receive the crown of life, which is promised to those who love him. ഇതാണ് വാക്യം. നമുക്കൊക്കെ വളരെ സുപരിചിതമായ വാക്യമാണ്. ഈ വാക്യത്തിൽ നിന്ന് ഒരു 3-4 ചിന്തകൾ, വലിയ വിശദീകരണമൊന്നുമില്ലാതെ, കാരണം വിശദീകരണത്തിനൊക്കെ ഞാൻ ഒരുമ്പെട്ടാൽ എനിക്കങ്ങനെ ഒരു വീക്ക്നെസ് ഉണ്ട്. ഒരു അധ്യാപകനായതുകൊണ്ട് ഒരു കാര്യത്തെ കയറി പിടിച്ചാൽ അതങ്ങനെ അങ്ങ് പോകും, സമയം പോകും. അതുകൊണ്ട് ഞാൻ അതിനൊന്നും ഒരുമ്പെടുന്നില്ല. അത് ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 3-4 കൂട്ടം ചിന്തകൾ ഒന്ന് പറഞ്ഞ് എൻ്റെ ഈ ലഘു പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. വേദപുസ്തകത്തിലും ക്രൈസ്തവ വിശ്വാസത്തിലും 2 കാര്യങ്ങൾ, 2 വാക്കുകൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ വളരെ പ്രധാനമാണ്. ടെംപ്റ്റേഷൻ ആൻഡ് ടെസ്റ്റിംഗ്. പരീക്ഷണവും പരിശോധനയും. പലപ്പോഴും നമ്മുടെ ആളുകൾക്ക് ഇത് തമ്മിലുള്ള വ്യതിയാനം അത്രമാത്രം അറിയാമോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ വയ്യ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ ഏത് തലത്തിലും ഏത് നിലയിലുമുള്ള ആകട്ടെ, ഈ 2 കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ടെംപ്റ്റേഷൻസ് നമ്മളിലേക്ക് തൊടുത്തുവിടുന്നത് പൈശാചിക ശക്തിയാണ്. നമ്മളെ തെറ്റിൽ വീഴിക്കുവാനും ദൈവസ്നേഹത്തിൽ നമ്മെ തള്ളി അകറ്റുവാനും പൈശാചിക ശക്തികൾ പ്രയോഗിക്കുന്ന പരീക്ഷണങ്ങൾ. എന്നാൽ ദൈവം നമുക്ക് തരുന്ന ചില പരിശോധനകളുണ്ട്. പരിശോധനകൾ എപ്പോഴും അതിൻ്റെ ലാക്ക്, എയിം, ടാർഗറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്. ക്ലാസ് കയറ്റത്തിന് വേണ്ടിയാണ് ടെസ്റ്റ് കൊടുക്കുന്നത്. നമുക്കറിയാം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുട്ടികൾക്ക് ടെസ്റ്റ് കൊടുക്കും, ഇൻ്റർവ്യൂ സമയത്ത് ടെസ്റ്റ് കൊടുക്കും. അത് ഇവൻ കണ്ടൻ്റ് ഉള്ളവനാണോ എന്ന് പരിശോധിച്ചിട്ട് അവനെ ക്ലാസ് കയറ്റം കൊടുക്കാൻ വേണ്ടി. അതുകൊണ്ട് ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നില്ല, ദൈവം തൻ്റെ മക്കളെ പരിശോധിക്കുന്നു എന്നുള്ള ഒരു വലിയ ചിന്ത, അത് ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇയ്യോബിൻ്റെ പുസ്തകം നമുക്കൊക്കെ അറിയാം. ഇയ്യോബിൻ്റെ കഥയുടെ സാരാംശം തന്നെ ഇതാണ്. പിശാച് അവനെ ദൈവത്തിൽ നിന്ന് തള്ളി അകറ്റുവാനും ദൈവ വിദ്വേഷിയാക്കുവാനും ദൈവത്തെ തള്ളിപ്പറയുവാനും ഏതാണ്ട് 3-4 തലങ്ങളിൽ അവന് പരീക്ഷണങ്ങൾ കൊടുത്തു, ടെംപ്റ്റേഷൻ. അതെല്ലാം കൂടെ ഞാനിപ്പം വിശദീകരിക്കുന്നില്ല. പക്ഷേ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ലൈഫ് ഓഫ് ജോബ്? ഇയ്യോബിൻ്റെ ജീവിതത്തിലെ ശ്രേഷ്ഠത എന്തെന്ന് ചോദിച്ചാൽ, പിശാച് തൊടുത്തുവിട്ട പരീക്ഷണങ്ങളെ തൻ്റെ ക്ലാസ് കയറ്റത്തിൻ്റെ പരിശോധനകളാക്കി അദ്ദേഹം രൂപാന്തരപ്പെടുത്തി.
കൺവേർട്ടിംഗ് ടെംപ്റ്റേഷൻസ് ഇൻടു ടെസ്റ്റിംഗ്. പരീക്ഷണങ്ങളെ പരിശോധനകളാക്കി മാറ്റുമ്പോഴാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉദാത്തത ഉണ്ടാകുന്നത്. ഇത് ഞാൻ പൊതുവായിട്ടൊന്ന് പറഞ്ഞതാണ്, കാരണം ഈ വാക്യത്തിൻ്റെ ഇതിവൃത്തം അതാണ്. പരീക്ഷണവും പരിശോധനയും. ഒന്നാമത്തെ ആശയം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സഹിഷ്ണുതയിലെ അനുഗ്രഹമാണ്. ദി ബ്ലെസ്സഡ്നെസ് ഇൻ എൻഡ്യൂറൻസ് ഓർ പെർസീവറൻസ്. സഹിഷ്ണുതയിലെ അനുഗ്രഹം. അത് വേദപുസ്തകം ഉടനീളം നാം പരിശോധിക്കുമ്പോൾ വിശുദ്ധന്മാരുടെ ജീവിതത്തിലെ ബ്ലെസ്സിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരെ ബ്ലെസ്സിങ് ഉള്ളവരാക്കി മാറ്റിയത്, സോ ദെയർ എൻഡ്യൂറൻസ്, ദെയർ പെർസീവറൻസ്, ലോങ് പേഷ്യൻസ്, സഹിഷ്ണുതയാണ്. അത് ഏത് കഥാപാത്രം, വേദപുസ്തകത്തിലെ ഏത് കഥാപാത്രം എടുത്താൽ അത് തന്നെ. ഞാൻ ഒരു കഥാപാത്രത്തെ എടുത്തൊന്നും ഇപ്പം പറയുന്നില്ല. പക്ഷെ നമ്മുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങളും ശോധനകളും ഒക്കെ വരുമ്പോൾ സഹിഷ്ണുത പ്രകടിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ല. സഹിഷ്ണുതയോടെ ദൈവകൃപയ്ക്കായി വെയിറ്റ് ചെയ്യുവാൻ സാധ്യമല്ല. അവിടെ ഒരു കാര്യം നാം ഓർക്കണം. ഒരു വലിയ തത്വമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഡിലേഡ് ബ്ലെസ്സിങ്സ് ആർ മോർ പവർഫുൾ. അത് നമ്മളെപ്പോഴും ഓർക്കണം. ദ ഡിലേഡ് ബ്ലെസ്സിങ്സ് ആർ മോർ പൊട്ടൻറ്റ് ആൻഡ് പവർഫുൾ. പെട്ടെന്ന് തരുന്ന ബ്ലെസ്സിങ്സിനേക്കാൾ വളരെ ലോങ് വെയിറ്റ് ചെയ്ത് പേഷ്യൻസിലിരുന്ന് ജീവിതത്തിൽ തളർന്നു പോകാതെ നിലനിൽക്കുന്നവരാണ് തീർച്ചയായിട്ടും ബ്ലെസ്സിങ്സ് ആകുന്നത്. അവരെയാണ്, അല്ലെങ്കിൽ ആ ഒരു തത്വത്തെയാണ് ബ്ലെസ്സഡ്നെസ് എന്ന് നമ്മൾ പറയുന്നത്. ഞാനിത് ഓർപ്പിക്കുമ്പോൾ അത്താനാസിയുടെ ജീവിതവും ഇങ്ങനെയൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തെ പരിഹസിച്ചവർ, എനിക്ക് വ്യക്തിപരമായിട്ട് പല കാര്യങ്ങൾ അറിയാം, ഞാനൊന്നും ഇപ്പം വെളിവാക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തെ വ്യക്തിപരമായി ഇകഴ്ത്തിയവരുണ്ട്. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ ലോങ് പേഷ്യൻസ്, എൻഡ്യൂറൻസ് ആൻഡ് പെർസീവറൻസ്, സഹിഷ്ണുത അദ്ദേഹത്തെ അനുഗ്രഹീതനാക്കി എന്നുള്ളത് ഒരു വലിയ തത്വമാണ്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിൻ്റെ സ്മരണ കൊണ്ടാടുമ്പോൾ ഈ സഹിഷ്ണുതയുടെ കൃപാവരങ്ങൾ, അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കാൻ പ്രാർത്ഥിക്കണം. രണ്ടാമത് ഉള്ള ആശയം പരീക്ഷയിൽ സ്ഥിരത പുലർത്തുക എന്നുള്ളതാണ്. ആ വാക്യത്തിൽ അത് തന്നെയാണ് അതിൻ്റെ ആശയം. റിമൈനിങ് സ്റ്റെഡ്ഫാസ്റ്റ് അണ്ടർ ട്രയൽ ആൻഡ് ട്രിബുലേഷൻസ്. ട്രയലും ട്രിബുലേഷൻസും ഉണ്ടാകുമ്പോൾ സ്ഥിരത ഉണ്ടാവണം. ആത്മധൈര്യം. കഷ്ടങ്ങളെ, നമ്മുടെ സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ പാട്ടൊക്കെ നമുക്കറിയാം. കഷ്ടനഷ്ടം ഏറി വന്നാൽ എന്ന് പറഞ്ഞ് നമ്മൾ പാടുന്ന പാട്ട് ഞാനതൊന്നും പാടുന്നില്ല ഇപ്പോൾ ഇവിടെ. സ്ഥിരതയോടെ ജീവിതത്തിൽ ട്രയലും ട്രിബുലേഷൻസും ഉണ്ടാകുമ്പോൾ സ്റ്റാൻഡ് സ്റ്റെഡ്ഫാസ്റ്റ്. ആ ഒരു പ്രത്യേക ക്യാരക്ടർ ഞാൻ തിരുമേനിയുടെ ജീവിതത്തിൽ കണ്ടിട്ട്. അങ്ങനെ തളർന്നൊന്നും പോകത്തില്ലായിരുന്നു. വളരെ ധൈര്യത്തോടെ അതിനെ നേരിടുവാനുള്ള ആത്മധൈര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നോക്കി പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ ഇതിനോട് ചേർന്ന് ചിന്തിക്കാവുന്ന മറ്റൊരു കാര്യം, ഹൈപ്പോമെനോ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം കൂടെ അതിനോട് ചേർന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. സമ്മർദ്ദങ്ങളിൽ പലായനം ചെയ്യാതെ സമ്മർദ്ദങ്ങളെ നേരിടുന്ന ഭാവം, അതിനാണ് ഗ്രീക്ക് വാക്ക് അങ്ങനെ പറയുന്നത്. അതിൻ്റെ കറക്റ്റ് മലയാള വാക്ക് എന്താണെന്ന് എനിക്കറിയാൻ വയ്യ.
അതായത് പലായനം ചെയ്യാതെ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ തുടരുന്ന അവസ്ഥ. നമ്മളെ പുകച്ചു ചാടിക്കാൻ പല സാഹചര്യങ്ങളും ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുകച്ചു ചാടിക്കാനും വെളിയിലാക്കാനും പലരും ശ്രമിച്ചെന്നിരിക്കും. പക്ഷേ സമ്മർദ്ദങ്ങൾക്ക് വശംവദരാകാതെ സ്ഥിരതയോടെ അതിൽ തുടരുന്നതായ ഒരു ഭാവം, ഇത് ദൈവിക വരദാനമാണ്. ഓർത്തഡോക്സ് ആധ്യാത്മികതയിൽ ഇതിന് വലിയ സ്ഥാനമൊക്കെ ഉണ്ട്. ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല, അതൊക്കെ വലിയ വിഷയങ്ങളാണ്. ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. അഭിമന്യ തിരുമേനിയിലും ഏത് സമ്മർദ്ദമുണ്ടായാലും അദ്ദേഹം ദൈവികമായി എടുക്കുന്ന ഒരു സ്റ്റാൻസിൽ അദ്ദേഹം ഏത് സമ്മർദ്ദമുണ്ടായാലും തുടരുന്ന ഒരു ഭാവം, അത് തിരുമേനിയിൽ നിന്ന് പഠിക്കുവാനുള്ള ഒരു പാഠമാണ്. റെസിലിയൻസ് എന്നൊക്കെ ഞങ്ങൾ എക്കോളജിയിൽ പറയും. പരിസ്ഥിതി ശാസ്ത്രത്തിൽ പറയുന്നൊരു വാക്കാണ് റെസിലിയൻസ്. ഒരുപാട് പ്രകൃതിക്ഷോഭമുണ്ടായാലും ഏത് പ്രശ്നങ്ങളുണ്ടായാലും അതിനെ പ്രകൃതി നേരിടും. വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, എല്ലാം നശിച്ചു പോയാലും വീണ്ടും പ്രകൃതി അതിനെ റെസിസ്റ്റ് ചെയ്ത് ഒരു പുതിയ സിസ്റ്റം കൊണ്ടുവരും. ഇതിനാണ് ഞങ്ങൾ എക്കോളജിയിൽ റെസിലിയൻസ് എന്ന് പറയുന്നത്. ദ സ്പിരിച്വൽ റെസിലിയൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. കലാമിറ്റീസൊക്കെ ഒരുപാടുണ്ടാകും, പക്ഷേ പരാജയങ്ങളിൽ തളർന്നു പോകാതെ സ്പിരിച്വൽ റെസിലിയൻസ്, ആത്മീക പ്രതിരോധ ശക്തി വളർത്തിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം. ആ പിതാവിൽ നിന്ന് പഠിക്കുവാനുള്ളൊരു പാഠം. മൂന്നാമത്, കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷമെന്ന വാക്യത്തിലുണ്ട്. യാക്കോബ് ശ്ലീഹായുടെ വാക്യത്തിൽ തെളിഞ്ഞവനായി, കൊള്ളാവുന്നവനായി തെളിയണം. പ്രോവൻ ടു ബി വോത്തി. നമ്മളെവിടെ ഇപ്പോൾ ഒരു വൈദികനാണ്, അല്ലെ ഒരു കുടുംബനാഥനാണ്, അല്ലെ നമ്മളൊരു ഉദ്യോഗത്തിന് വെച്ചു, അവിടെ വി ഹാവ് ടു പ്രൂവ്. കൊള്ളാവുന്നവനായി നമ്മൾ പ്രൂവ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ മേഖലയിൽ തെളിയുന്നത്. അല്ലാതെ ഒരു സ്ഥാനത്താക്കി പ്രലോഭനങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ തളർന്നടിച്ചു പോയാൽ തീർന്നു. പരിശുദ്ധനായ പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യത്തിലോ ആശയം വീണ്ടും വരുന്നുണ്ട്. അഴിഞ്ഞു പോകാത്തതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള ട്രയലും ട്രിബുലേഷൻസും പ്രതിബന്ധങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെ ധൈര്യമായി നേരിടുവാനും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാനും നമുക്ക് കഴിയണം. വീണ്ടും അദ്ദേഹത്തിൻ്റെ അന്ത്യകൽപ്പനയിൽ ഇതിനെ സാംശീകരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. നിങ്ങളേവരും വിശ്വാസം, സ്തുതിജോ ആകപ്പെട്ട സത്യവിശ്വാസം പഠിക്കണം, മനസ്സിലാക്കണം, തലമുറകൾക്ക് പകർന്നു കൊടുക്കണം. ഇത് അദ്ദേഹത്തിൻ്റെ അന്ത്യകൽപ്പനയിൽ ഞാൻ ഈ പറഞ്ഞ ആശയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതിയിരിക്കുകയാണ്. 4-മതൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അത് മറ്റൊന്നുമല്ല, തെളിഞ്ഞവർക്ക്, കൊള്ളാകുന്നവരായി തെളിഞ്ഞവർക്ക് ജീവകിരീടം കിട്ടും. ജീവകിരീടത്തിന് ഓർത്തഡോക്സ് ഭാഷയിൽ അല്ലെങ്കിൽ ദർശനത്തിൽ പറയുമ്പോൾ ജീവകിരീടം നിത്യജീവന്റെ സാധ്യതയാകുന്ന കിരീടമാണ്. സ്തേപ്പാനോസ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പുഷ്പാലങ്കൃതമായ കിരീടം എന്നാണ് സ്തേപ്പാനോസ് എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ പലപ്പോഴും കിരീടമെന്ന് പറയുമ്പോൾ ഭൗതികമായ സ്ഥാനമാനങ്ങളോ ഭൗതികമായൊരു കിരീടത്തിൻ്റെ കോൺസെപ്റ്റോ നമ്മുടെ മനസ്സിൽ വരുന്നു. പക്ഷേ ഓർത്തഡോക്സ് ഭാഷയിൽ ഒരുപാട് വാക്യങ്ങളൊക്കെ എടുത്ത് ഞാനിപ്പം പറയുന്നില്ല. ഓർത്തഡോക്സ് ഭാഷ്യത്തിൽ പറയുമ്പോൾ ജീവൻ്റെ കിരീടം, ജീവൻ്റെ കിരീടം എന്ന് പറഞ്ഞാൽ നിത്യജീവൻ്റെ സ്ഥാനം എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവർ, ഞാൻ വാക്കുകളെ നിർത്തട്ടെ. ഈ നിത്യകിരീടം
ഇത് എസ്കറ്റോളജിക്കലാണ്, അല്ല ഇപ്പം കിട്ടുന്ന ഒന്നുമല്ല. പൗലോസ്ലീഹായും അത് പറയുന്നുണ്ടല്ലോ, ഞാൻ ഓട്ടമോടി വിശ്വാസം കാത്തു, ഇനി നീതിയുടെ ജീവകിരീടം എനിക്ക് അന്ത്യനാളിൽ കിട്ടും. അതുകൊണ്ട് ജീവകിരീടം ലഭിക്കുന്നത് ഒരു എസ്കറ്റോളജിക്കൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ജീവിതത്തിലല്ല, ഇതൊക്കെ കഴിഞ്ഞ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ഒരു എസ്കറ്റോളജിക്കൽ ലെവലിലാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ വലിയ കിരീടമൊന്നും നമ്മൾ പ്രതീക്ഷിക്കണ്ട. കിരീടത്തിന് പകരം പലപ്പോഴും മുൾമുടിയെ നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷെ ആ മുൾമുടി ധൈര്യത്തോടെ സ്വീകരിച്ചാൽ ഒരു എസ്കറ്റോളജിക്കൽ അന്ത്യനാളിൽ നമ്മുടെ കർത്താവിൽ നിന്ന് ജീവൻ്റെ കിരീടം, നിത്യജീവൻ്റെ സാധ്യതയാകുന്ന കിരീടം നമുക്ക് ലഭിക്കും എന്നുള്ളത് ഈ വലിയ എഴുത്തുകാർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഓട്ടം ഓടുന്നവരല്ല, ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്നവർക്കാണ് കിരീടം. ഓട്ടം ഓടുന്ന എല്ലാവർക്കും കിരീടമൊന്നും കിട്ടത്തില്ല, സമ്മാനം കിട്ടത്തില്ല. പക്ഷെ ഓട്ടം ഓടി തളർന്നു പോകാതെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്നവർക്ക് മാത്രമേ കിരീടം കിട്ടത്തുള്ളൂ. ഇത് നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കണം. അന്ത്യത്തോളം, അവസാന മരണനാഴിക വരെ വിശ്വാസത്തോടെ, ദൈവത്തിലുള്ള സ്ഥിരപ്രതിഷ്ഠയോടെ, പ്രതീക്ഷയോടെ, തളർന്നു പോകാതെ ഓടുവാൻ ആ ഓട്ടമോടി തികച്ച ഒരു മഹാപുരോഹിതനാണ് തോമസ് മാർ അത്താനാസ്യോസ് മെത്രാപ്പോലീത്ത. അതുകൊണ്ടാണല്ലോ വൈദികർക്കുള്ള കിരീടം നമ്മുടെ ധൂപപ്രാർത്ഥനയിൽ നമ്മൾ ചൊല്ലുന്നത്. മുടികൾ മുടഞ്ഞവ നിരനിരയായി ബലിപീഠത്തിലിരിപ്പുണ്ട്. ഇപ്പം പൗരോഹിത്യ കർമ്മം വിശ്വസ്തയോടെ ഓടിയവർക്ക്, അത് കർമ്മമനുഷ്ഠിച്ചവർക്ക് ജീവകിരീടം, സ്വർഗത്തിൽ വെച്ച് പ്രാപിക്കുന്ന ജീവകിരീടത്തിൻ്റെ ഒരു ചെറിയ മുന്നാസ്വാദനം എന്ന് പറയും, പ്രീ ടേസ്റ്റ്. അതിൻ്റെ മുന്നാസ്വാദനമായി ത്രോണോസിന്മേൽ കിരീടങ്ങൾ വെച്ചിട്ടുണ്ട്. ആ കിരീടം പ്രാപിച്ച ഈ മഹാവ്യക്തിത്വത്തെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയുടെ മുമ്പിൽ ഞാൻ ശിരസ്സ് നമിക്കുന്നു. തീർച്ചയായിട്ടും കോമമറേഷൻ, സ്മരണ എന്ന് പറയുമ്പോൾ അദ്ദേഹം ചെയ്ത ചില ഭൗതിക നേട്ടങ്ങളെയും ഒന്നും അത് അനുസ്മരിക്കണം വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനങ്ങപ്പുറമായി അദ്ദേഹം പകർന്നു തന്ന നന്മയുടെ അംശങ്ങളെ വീണ്ടും ഒന്ന് ചേർത്ത് പിടിക്കുവാനുള്ളൊരവസരമായി ഓർമ്മ പെരുന്നാളുകൾ മാറട്ടെ. അദ്ദേഹത്തിൻ്റെ ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് ആ നീതിയുടെ ജീവകിരീടം പ്രാപിപ്പാനായി അദ്ദേഹം കടന്നുപോയിരിക്കുന്നു. വിശ്രമത്തിലേക്ക് അദ്ദേഹം ചേർക്കപ്പെട്ടു. അതായത് ഇപ്പം വിശുദ്ധിയിൽ വളരുന്ന, വിശുദ്ധിയുടെ അനുഭവങ്ങളിൽ ആത്മാവിൽ വളരുന്ന ഒരനുഭവത്തിലാണ്. വിശ്രമത്തിലേക്ക് അദ്ദേഹം ചേർക്കപ്പെട്ടു. പുനരുത്ഥാനത്തിനായി നമ്മുടെ കർത്താവിൻ്റെ പ്രാഭവത്തോടു കൂടിയ രണ്ടാമത്തെ ആഗമന നാളിൽ കുരുത്തോല പിടിച്ച് വൈദികരുടെയും മേൽപ്പട്ടക്കാരുടെയും ശ്രേണിയിൽ ദൈവത്തെ എതിരേൽപ്പാൻ അദ്ദേഹം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ പിതാവിൻ്റെ ജീവിത മാതൃക നമുക്ക് അനുഗ്രഹമാവട്ടെ. അദ്ദേഹത്തെ പോലെ ഓട്ടം ഓടി നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ വിശ്വസ്തയോടെ അനുഷ്ഠിച്ച് പരീക്ഷണങ്ങളിൽ വീണുപോകാതെ പരീക്ഷണങ്ങളെ പരിശോധനകളാക്കി രൂപാന്തരപ്പെടുത്തി ഓടുവാൻ ദൈവം നമുക്ക് സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനായ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. എന്നെ ഇതിനായി ക്ഷണിച്ച എൻ്റെ സഹോദര മെത്രാപ്പോലീത്ത അഭിവന്യ തീമോത്തിയോസ് തിരുമേനിയോടും സെക്രട്ടറി കോശിയച്ചനാ എന്നെ ഫോണിൽ വിളിച്ചത്, കോശിയച്ചനോടും ഇവിടെയുള്ള എല്ലാവരോടും എൻ്റെ സ്നേഹ ആദരവുകൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.